എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ കല്യാണം കഴിച്ച് നമ്മുടെ പല വീട്ടിലും ചിലപ്പം അവരുടെ ഈ വേളിയിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അപ്പം ഈ നമ്പൂരിമാരെ ഒരു പന്തിയിലിരുത്തും, അല്ലാത്തവരെ വേറെ പന്തിയിലിരുത്തും. നിന്നെ അങ്ങനെ വല്ല പന്തിയിൽ നിന്നെ മാറ്റി ഇരുത്തുകയാണെങ്കിൽ നീ അപ്പം പറയണം. പുള്ളി എല്ലാവരോടും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യത്തിൽ പോകും. അപ്പോൾ പുള്ളിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവരാരും എന്നെ വേറെ തരത്തിൽ ഇരുത്തിയില്ല. അതുതന്നെയല്ല, പിന്നെ അവരിലൊരു ഭാഗമായിട്ട് മാറി. എല്ലാവരും അവരുടെ കല്യാണത്തിനും അവരുടെ എല്ലാ കാര്യത്തിനും പോകുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്തായിരുന്നു വെച്ചാൽ, എന്നെ കല്യാണം കഴിച്ച കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മം ചിലപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അങ്ങനെ ഒരിതുണ്ട്. നമ്മളെത്ര ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു കാര്യത്തോട് അടുക്കുമ്പം എല്ലാവർക്കും ജാതിയും മതമൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞാൽ ഈ മകനെ കൊണ്ട് അന്ന് ഒരു അമ്മാവനൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തതാണ്. ആ എതിർത്ത അമ്മാവനെ അമ്മ മരിക്കാനെ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനവിടെ ചെന്ന് അമ്മയെ കണ്ടൊരു ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് അമ്മയുടെ കാലെ തൊടാൻ പോയപ്പോൾ അമ്മാവൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ അമ്മാവനെ കഴുത്തിന് പിടിച്ച് ഇദ്ദേഹം ഒരു മൂലക്കിരുത്തിയതാണ്. ഇതെൻ്റെ ഭാര്യയാണ്, പറയേണ്ട അവകാശം അമ്മാവനില്ല. അങ്ങനെയൊക്കെ എതിർത്തൊരു വ്യക്തിയാണ്.